ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർണമെൻറ്റ് ഷെയ്ഡിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഓർണമെൻറ്റ്സ് വന്നിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള യെല്ലോ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിരീടം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓർണമെൻറ്റിൻ്റെ സെക്കൻഡ് ലെയർ ഷെയ്ഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് മ്യൂറൽ റെഡാണ്. അപ്പോൾ ആ മ്യൂറൽ റെഡിന് വേണ്ട കളേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാപ്പ് ഗ്രീന് വേണം, വെർമിലിയൻ ഹ്യൂ വേണം, അതേപോലെ യെല്ലോ ഓക്കർ അല്ലെങ്കിൽ പെർമനൻ്റ് യെല്ലോ, ഏതെങ്കിലും ഒരു യെല്ലോ കളറും വേണം. ഇവിടെ കളറ് ഞാൻ യെല്ലോ ഓക്കർ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 80% വെർമിലിയൻ ഹ്യൂ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആ ബ്രഷിൻ്റെ ടിപ്പിൽ ഒരു നുള്ള സാപ്പ് ഗ്രീന് എടുത്ത് അതും ഇതിൻ്റെ കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. സാപ്പ് ഗ്രീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ആവരുത്. അത് ഗ്രീൻ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. നമുക്കൊരു റെഡിഷ് കളറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഗ്രീന് കുറച്ചെടുത്താൽ മതി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് 000 ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ബ്രഷിൽ പെയിൻ്റ് എടുത്ത് ഇതേപോലെ സൈഡ് കൂടെ നല്ല ഡാർക്കായിട്ട് കളർ ചെയ്യുക. എന്നിട്ട് ബ്രഷ് ഒന്ന് നല്ലപോലെ വെള്ളത്തിൽ കഴുകി തുടച്ചെടുത്തിട്ട് ആ ചെറിയൊരു നനവോട് കൂടിയിട്ട് സൈഡ് കൂടെ നമ്മൾ ആദ്യം വരച്ച ആ ഡാർക്ക് കളറിലൂടെ ഇങ്ങനെ വാഷ് എടുത്തിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ വാഷ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഓർണമെൻറ്റ്സ് രണ്ടിനും സെയിം കളർ തന്നെ കൊടുക്കുന്നത്. ഡിഫറൻസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സെയിം കളർ വെച്ചിട്ട് തന്നെയാണ് രണ്ട് സൈഡും ഷെയ്ഡ് ചെയ്യണത്. ഈ ഓർണമെൻറ്റ്സിൽ ചില സ്ഥലത്തൊക്കെ വൈറ്റ് കളർ എംറ്റി ആയിട്ട് വിട്ടിട്ടുണ്ട്. അതവിടെ വൈറ്റ് ബാൻഡ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ എംറ്റി ആയിട്ട് വിട്ടിരിക്കുന്നത്. അതേപോലെ പാർവതി ദേവിയുടെ മാലയിൽ ആഭരണങ്ങളിൽ ഒരു സൈഡ് മുത്തുമാലയാണ്, അവിടെ കളർ ചെയ്യേണ്ട ആവശ്യമില്ല. ശിവഭഗവാന്റെ സൈഡിൽ രുദ്രാക്ഷമാണ്, അവിടെ ഇപ്പോൾ കളർ ചെയ്യേണ്ട. അതെല്ലാം നമുക്ക് ലാസ്റ്റ് കളറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ രണ്ട് സൈഡും ഉള്ള എല്ലാ ഓർണമെൻറ്റ്സിനും മ്യൂറൽ റെഡ് കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഫുള്ളായിട്ട് എല്ലാ ഓർണമെൻറ്റ്സും കളറിങ് ചെയ്ത ഒരു പിക്ചർ ഈ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കിരീടം അതേപോലെ ആയുധങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യാം. കിരീടം ചെയ്യുമ്പോൾ രണ്ടുപേർക്കും 2 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ വേണം ചെയ്യാൻ. അതൊരു ലോങ് വീഡിയോ ആവണമുണ്ടാണ് ഇതിൻ്റെ കൂടെ ചെയ്യാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.